ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് അറിയുന്നു വിശ്വസിക്കുന്നു. ഞാനിപ്പം ഉറങ്ങെണീച്ചതേ ഉള്ളൂ, അത് മനസ്സിലാവുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പം നമ്മുടെ ഡൂഡിൻ്റെ സീക്രട്ട് ഏജൻറ്റിൻ്റെ വണ്ടി ചെറുതായിട്ടല്ല നല്ല തട്ടിയിട്ടുണ്ട്. ആക്സിഡൻ്റ് ആയത് കുറച്ച് ആൾക്കാർ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഡൂഡ് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന പല ആൾക്കാരും അത് എടുത്ത് ഇൻ എ പോസിറ്റീവ് വേ ചെയ്ത ആൾക്കാരുണ്ട്, ഇൻ എ വെരി നെഗറ്റീവ് വേ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പം ആ ഒരു വീഡിയോ വന്ന സമയത്ത് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഓക്കെ അല്ലേ, സേഫ് അല്ലേ എന്നുള്ളത്. അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന എല്ലാവരും സേഫാണ്, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു നന്ദനയ്ക്ക് ആ ഒരു വണ്ടി അടിച്ചതിൻ്റെ തല എവിടെയോ തട്ടിയതിൻ്റെ ചെറുതായിട്ട് മുഴച്ചു വന്നിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്നേഹിച്ചിക്കും ചെറിയ രീതിയിലുള്ള പരിക്കുണ്ട്. നിഷാൻ എന്ന് പറയുന്ന അവരും കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു. ആൾക്ക് പെട്ടെന്ന് ആ ഒരു ഷോക്കിൻ്റെ ഒരു പ്രശ്നം സ്വാഭാവികമാണ്. നമ്മൾ വണ്ടി തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പെട്ടെന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് പാനിക്കായി പോവും. പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്നതിനാണല്ലോ ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഡൂഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സീക്രട്ട് ഏജന്റ് എന്ന ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു രാത്രി ഒരു 12:30 മണി ആ ഒരു സമയത്താണ് ഇത് നടക്കുന്നത്. ഡൂഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു സൺഡേ. അതിൻ്റെ ബർത്ത്ഡേ പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവര് നന്ദനയെ പട്ടാമ്പി നന്ദനയെ കൊണ്ടുവിടാൻ വേണ്ടി പോവുകയായിരുന്നു. അപ്പം സിജോ ചേട്ടനുണ്ടായിരുന്നു. സിജോ ചേട്ടൻ ഓൾറെഡി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മോനെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഇവിടുന്ന് അവിടെ വരെ പോകാൻ, പിന്നെ എനിക്ക് വേറെ കുറച്ച് പ്രോഗ്രാംസും കൂടി ഉണ്ടായതുകൊണ്ട് ആയിരുന്നു ഞാൻ പോകാണ്ടിരുന്നത്. അങ്ങനെ ഡൂഡും സിജോ ചേട്ടൻ്റെ ഫ്രണ്ട്സും സിജോ ചേട്ടൻ്റെ കാറിലായിരുന്നു. അതുപോലെ തന്നെ ഡൂഡിൻ്റെ കാറിൻ്റെ അകത്ത് സ്നേഹ ചേച്ചിയും നന്ദനയും നിഷാനേച്ചിയും അഭിയേട്ടനും ജിത്തുവേട്ടനാണ് ഉണ്ടായിരുന്നത്. അഭിയേട്ടനാണ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അഭിയേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു UK എന്ന് ചോദിച്ചിട്ട്, അപ്പം എന്തായിരുന്നു സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അതായത് ബ്ലോക്കായിരുന്നു, മഴയാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം നല്ല മഴയാണ് എല്ലായിടത്തും. അപ്പം ഈ ഒരു വളവിലാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം അഭിയേട്ടൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഗ്ലാസ്സിലൂടെ ഞാൻ കാണുന്നുണ്ട് ഫ്രണ്ടിലും ഒരു ലോറി ഉണ്ട്, ബാക്കിൽ വരുന്ന ലോറി അവർ ബ്രേക്ക് കിട്ടുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ കഴിയുന്നത്രയും, അതിനപ്പുറം അപ്പുറത്തേക്ക് റോഡില്ല അടുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഈ ഫ്രണ്ടിലുള്ള ലോറിയിൽ നിന്നും മാറി വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും വന്ന് ഇടുക്കിയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം മാറ്റിയിട്ടില്ലായിരുന്നു. അത് അഭിയേട്ടനെ സമ്മതിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു സമയത്ത് അത് ചിന്തിച്ചത്. അല്ലാത്ത പക്ഷം ഇവർ ഈ വണ്ടി അടിച്ച അതേ ഫോഴ്സിൽ ഫ്രണ്ടിലുള്ള ലോറിക്കും കൂടെ തട്ടി അതിനേക്കാളും വലിയ അപകടം സംഭവിച്ചേനെ. അത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് ആള് പരമാവധി ഒതുക്കാൻ പറ്റുന്നത്രയും സൈഡിലേക്ക് ഒതുക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ബാക്കിലുണ്ടായിരുന്ന പച്ചക്കറി ലോറി വന്നിട്ട് BMW ആണ് ഡൂഡിൻ്റെ വണ്ടി, അതിൽ വന്ന് ഇടിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഡൂഡ് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, അത് വളരെ സത്യമാണ് കേട്ടോ. നമ്മൾ ഈ എന്തുകൊണ്ട് ലക്ഷറി കാർസ് എടുക്കുന്നു, ഇത്രയും പൈസ കൊടുത്തതിന് ലക്ഷറി ആയിട്ടുള്ള കാർ എടുക്കുന്നു, അല്ലാത്ത ബിൽഡ് ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത, വലിയ സേഫ്റ്റി ഒന്നും ഇല്ലാത്ത കാർ എടുത്താൽ പോരെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ഡൂഡ് പറയുന്നുണ്ട്. അത് BMW ആയതുകൊണ്ടും അതിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ അടിപൊളി ആയതുകൊണ്ടുമാണ് ഇങ്ങനെ തട്ടിയിട്ട് പോലും ആർക്കും വലിയ ഒരു അപകടമില്ലാണ്ട് കഴിച്ചിലായി കിട്ടിയത് എന്നുള്ളത് അത് സത്യം തന്നെയാണ്. ഐ അഗ്രി. അത് കഴിഞ്ഞ് ചെറിയ രീതിയിലുള്ള, അത് എല്ലാ ആക്സിഡന്റ് കഴിഞ്ഞു കഴിഞ്ഞാലും സ്ഥലങ്ങളിൽ നടക്കുന്ന ചെറിയ രീതിയിലുള്ള വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. ഡ്രൈവർ വളരെ അപ്ഡേറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രൈവർ വളരെ കൃത്യമായിട്ട് സമ്മതിച്ചിട്ടുണ്ട്, എനിക്ക് ബ്രേക്ക് ചവിട്ടിയപ്പം കിട്ടിയില്ല, അപ്പം ഞങ്ങളുടെ സൈഡിൽ നിന്നാണ് ഈ പറ്റിയത്, അങ്ങനെ പറ്റിപ്പോയത്, എനിക്ക് ബ്രേക്ക് അടിച്ചപ്പം ചവിട്ടിയപ്പം കിട്ടാത്തത് കൊണ്ടാണെന്നുള്ളത്. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് സംഭവമേ അറിയില്ല. ആള് നല്ല ഉറക്കത്തിലായിരുന്നു ആയിരുന്നിരിക്കാം. അപ്പം ആളാണ് ഭയങ്കരമായിട്ട് റേസ് ആയിട്ടുള്ളത്. തെറ്റ് ഇവരുടെ ഭാഗത്താണെന്നുണ്ടെങ്കിലും ആള് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അത് വീഡിയോയിലും വെച്ചിട്ടുണ്ട്. ജിത്തുബായി ഒക്കെ നല്ല രീതിയിൽ, സ്വാഭാവികമാണ്, അവരുടെ മിസ്റ്റേക്ക് ഉണ്ടായിട്ട് നമ്മളെടുത്ത് പിന്നെ തട്ടിക്കയറാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല്ലടിച്ച് പൊളിക്കുക തന്നെ ചെയ്യും. അത് ഉറപ്പാണല്ലോ. നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെയാണ്. അവർക്ക് സംസാരിക്കാനുള്ള റൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് സ്നേഹ ചേച്ചി വളരെ പാനിക്കായിട്ട്, കാരണം നിങ്ങൾക്ക് വണ്ടീൻ്റെ അവസ്ഥ കണ്ടാൽ മനസ്സിലാവും, ബാക്ക് ഗ്ലാസ് മൊത്തം പോയിട്ടുണ്ട്, ഡിക്കി അടിച്ചു പോയിട്ടുണ്ട്, ചതഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്നേഹ ചേച്ചി ഡൂഡിനെ വളരെ പാനിക്കായിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ സിജോ ചേട്ടനും ഡൂഡൊക്കെ വരികയും
ഇവർ കേസാക്കാം, കേസിൻ്റെ വഴിക്ക് പോകാമെന്ന് പറയുകയാണ് ഉണ്ടായത്. പോലീസ് സ്റ്റേഷനിൽ അവർ ചെന്ന സമയത്ത് ആർക്കും വലിയ ആളപായം വലിയ രീതിയിൽ പറ്റിയിട്ടില്ല. പറഞ്ഞല്ലോ, നന്ദനേൻ്റെ തലയ്ക്ക് ഒരു മുഴയുണ്ട്, സ്നേഹചേച്ചിക്ക് ചെറിയൊരു രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് പച്ചക്കറി വണ്ടി ആയതുകൊണ്ട് തന്നെ പോലീസുകാർ അത് പിന്നെ നിങ്ങൾ ലോഡ് ഇറക്കിയിട്ട് വന്നിട്ട് നിങ്ങൾ ലോഡ് ഇറക്കിയിട്ട് വരണമെന്നാണ് പറഞ്ഞത്. ലോഡ് ഇറക്കി ആ വഴി പോകണമെന്നല്ല, ലോഡ് ഇറക്കി വന്നാൽ മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് മഴക്കാലമാണ്, പച്ചക്കറിയാണ്, അതവിടെ ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ദിസ്, എൻ്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ആളപായം ഇല്ല എന്നുണ്ടെങ്കിൽ ലോഡും വണ്ടി പിടിച്ചു വെക്കാനുള്ള നിയമം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റായിട്ട് എനിക്കറിയില്ല, തെറ്റാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞോളൂ തെറ്റാണെന്നുള്ളത്. അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ലോഡും വണ്ടി അവിടെ പിടിച്ചു വെക്കാനുള്ള റൈറ്റ്സ് പോലീസുകാർക്കില്ല എന്നുള്ളതാണ്. അത് ഇതിലിപ്പം എല്ലാവരും ഓക്കെ ആയിട്ട്, ഇപ്പം നന്ദനയാണെങ്കിലും സ്നേഹചേച്ചിയാണെങ്കിലും അതിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത് കൊണ്ടായിരിക്കാം ഉണ്ടായത് കൊണ്ടും അതുപോലെ തന്നെ പച്ചക്കറി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളത് ഇറക്കിയിട്ട് വരണമെന്നാണ് പറഞ്ഞതെന്നാണ് ഡൂഡ് അതിനകത്ത് പറയുന്നുള്ളത്. അപ്പം ഇതിൽ പെട്ടത് എങ്ങനെയാണ്, ഇതിൽ പറ്റിയൊരു ഇതെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ 3 lakhs rupees എങ്ങനെ ഡൂഡിൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. കാരണം എല്ലാവരും എടുത്തിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൂഡ് അതിനകത്ത് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, നമ്മുടെ സിസ്റ്റം ഒരു മയിലാണെന്നുള്ളത് പറയുന്നുണ്ട്. അതെനിക്ക് പല സാഹചര്യങ്ങളിലും എനിക്കും പേഴ്സണലി ഫീൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സിസ്റ്റം വളരെ വേസ്റ്റാണ്, വളരെ 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 വേസ്റ്റാണ് എന്നുള്ളത്. അത് പറഞ്ഞ ഉടനെ തന്നെ ആൾക്കാർ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഈ പരിവാഹനും മറ്റതൊക്കെ ഉള്ളത് കൊണ്ട് ഡൂഡിൻ്റെ വണ്ടി നമ്പർ അടിച്ചു കൊടുത്തപ്പോൾ ആളുടെ ഇൻഷുറൻസ് എക്സ്പയർ ആയതാണ്. 12th May 2024 എക്സ്പയർ ആയതാണ്. 2 months ആയി എന്തായാലും എക്സ്പയർ ആയിട്ട്. അപ്പോൾ അത് ആൾക്കാർ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അത് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തെ കുറ്റം പറയുന്ന ഒരാൾ വളരെ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിച്ചിട്ടാണ്. എല്ലാം ഒരുപാട് സാധനങ്ങൾ തലയിൽ വെച്ച് എന്താ പറയുക കൊണ്ട് നടക്കുന്നത് കൊണ്ടായിരിക്കാം മേ ബി അത്. ഞാനടക്കം കഴിഞ്ഞ പ്രാവശ്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഇൻഷുറൻസ്. അത് വേറെന്തോ സാധനം പരിവാഹനിൽ തപ്പുമ്പോഴായിരുന്നു ഞാൻ അറിഞ്ഞത്. അടച്ചിട്ടുണ്ട്. ആരും പോയി എൻ്റെ വണ്ടി നമ്പർ അടിച്ച് പോയി തപ്പണ്ട, ഇൻഷുറൻസ് ഞാൻ അടച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ എന്തായാലും 3 lakhs rupees മുകളിൽ ഡൂഡിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും. അൽഹംദുലില്ലാ എന്താ വെച്ചാൽ ആർക്കും അപകടവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വണ്ടിക്ക് നല്ല നല്ല രീതിയിലുള്ള പണിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ മുന്നേയും പറഞ്ഞത് മഴയും കാര്യങ്ങളൊക്കെയാണ്. ദയവ് ചെയ്തിട്ട് ലോങ് ട്രിപ്പ് പോകുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ബി വെരി 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 കെയർഫുൾ. അപകടങ്ങൾ പറ്റില്ല എന്നല്ല, നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു ഇതിൽ നിന്നും ആൾക്കാരെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഇൻഷുറൻസ് ഒക്കെ പെട്ടെന്ന് അടച്ചു വെക്കുക. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ആ ഒരു സ്ഥിതി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് കാര്യങ്ങൾ അടയ്ക്കുക. ഇത്രയും എടുത്തിട്ട് എനിക്കിനി കട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നു.